കൂടി കൃഷി ഫാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വീഡിയോ ഞങ്ങളുടെ കോമൺ ആയിട്ടാണ് ഞാനിത് ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇത് അവക്കാഡോയാണ്. നട്ടിട്ട് ഏകദേശം 4.5 മാസം കഴിഞ്ഞു. അതിൻ്റെ തിളര് ഒരു പ്രാവശ്യം വന്നു, രണ്ടാമത്തത് വരാനായിട്ട് അതിൻ്റെ ബഡ് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇതിപ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ അത് തണ്ടായിട്ട് വിരിഞ്ഞു വരും. ഇതൊരു ലെമണാണ്. ഒരു കായിരിപ്പുണ്ട്, നിറച്ച് കായുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പറിച്ച് തീർത്തതാണ്. അത്യാവശ്യം എല്ലാ സാധനവും ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇത് വേറെ ഒരു വെറൈറ്റിയാണിത്. ഇതൊരു വെറൈറ്റി നമ്മുടെ അവക്കാഡോയാണ്. ഇത് രണ്ടിനും, അത് ബ്ലാക്കും ഇത് ഗ്രീനുമാണ്. പിന്നെ അടുത്തതുണ്ടോ, ഒരു റംബൂട്ടാനാണിത്. ഇത് 33-യുടേതാണ്. ഇതിൻ്റെ കൊണ്ട ഞാൻ ഇപ്പം പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുക. പ്രൂൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ബഡ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. രണ്ട് സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു റെഡ് ലേഡി പപ്പായാണ്. ഒരു ചെറുത് പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇച്ചിരി താമസിച്ചു പൂവിടാനായിട്ട്. ഈ പേര ഒരു തൈവാൻ പേരയാണ്. ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ കൊണ്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കാണുമ്പോൾ അറിയാം. അതിന് ശേഷം ഇതുണ്ട്, ഇവിടെ നിന്നൊരു ബഡ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് നിറച്ച് പൊട്ടുന്നുണ്ട്. കണ്ടോ, അപ്പം നന്നായിട്ട് താഴെ നിന്ന് തന്നെ നന്നായിട്ടിത് പടർന്നു വരും. അടുത്തൊരു റെഡ് ലേഡി പപ്പായാണ്. ഇതെല്ലാം നട്ടിട്ട് 5 മാസത്തോളമായി. മഴ കാരണം കുറച്ച് പൂവൊക്കെ കൊഴിഞ്ഞു പോയി. രണ്ടാമത് വീണ്ടും കായായി തുടങ്ങി. പിന്നെ ഒരു 5 മൂട് മാംഗോസ്റ്റ് ഞാൻ നട്ടിട്ടുണ്ട്. എല്ലാം നട്ടതൊരേ സമയത്താണ്. 4.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ ഒരു കൊമ്പ് പോലും മുറിക്കാൻ പാടില്ല. ഇത് കണ്ടോ, ഇതിന്റെ കൊമ്പുകളൊന്നും മുറിക്കരുത്. മൂട് മുതൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മേളിലോട്ട് അതിന്റെ കൊമ്പ് വരുമ്പം തന്നെ ഈ എല്ലാ ശിഖരങ്ങളിലും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഇത് ഒരു കാരണവശാലും നമ്മൾ മുറിക്കരുത്. മുറിക്കാതെ തന്നെ ഈ മാംഗോസിന്റെ പ്രത്യേകിച്ച് വിടേണ്ടതാണ്. അതാണ് ഏറ്റവും തന്നെ നല്ലത്. ഇവിടെ ഒരു റെഡ് ലേഡി, ഇതൊരു വേറെ ഒരു സൈസ് റെഡ് ലേഡിയാണ്. ഇത് ബോൾ പോലെ നല്ല റൗണ്ടായിട്ട് ഷേപ്പായിട്ട് വരുന്ന ഒരു റെഡ് ലേഡി. ഇവിടെ ഒരു മാംഗോസ് നട്ടിട്ടുണ്ട്. മാംഗോസിനെല്ലാം പ്രത്യേകിച്ച് ചൂട് കാരണം ഞാൻ ഈ വെള്ളം അടിക്കാൻ കണക്കിന് ഒരു പൈപ്പ് ഞാനിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് റൗണ്ട് ചെയ്ത് കറങ്ങുമ്പോൾ തന്നെ വെള്ളം ഇതെല്ലാം ഫുള്ളായിട്ട് നനയും. ഇതൊരു നാടൻ പപ്പായാണ്. ഞാൻ സാധാരണ റെഡ് ലേഡി നട്ടതുപോലെയാണ് ഈ പപ്പായ നട്ടത്. നാടൻ പപ്പായ തൈയാണ്. പക്ഷെ ആ നടന്ന് ചരിച്ച് നട്ടത് കൊണ്ടാണ് ഇതിന്റെ നല്ല വളർച്ചയുണ്ട്. കണ്ടോ, പപ്പായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സൈസ് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ പറഞ്ഞ. ഇവിടെ ഒരു മാംഗോസ്റ്റ് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ താഴെ കുറച്ച് പയറ് നട്ടിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഏകദേശം പൂവിട്ട് തുടങ്ങി കുറച്ച് പയറ് പൂവിട്ട് തുടങ്ങി. ഇലയൊക്കെ നന്നായിട്ട് അതിനകത്ത് നല്ല അടിവളം ഞാൻ ഇഷ്ടം പോലെ ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് ഞാൻ അതിനകത്ത് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ഒരു സീസണിലേക്ക് വേണ്ടിയുള്ള പയറ്, ബീൻസ് നട്ടിട്ടുണ്ട്. കേട്ടോ, ഇത് ഈ തൈ എന്ന് പറഞ്ഞാൽ ബീൻസ് ആണ്. നിറച്ച് കാ കിട്ടും നമുക്ക്, നിറച്ച് കാ. ഇത് ഫുള്ള് ഏകദേശം മീറ്റർ പയറാണ് കേട്ടോ. ഇത് 1 മീറ്ററോളം കിട്ടുന്ന പയറാണ്. ഇതിന് ഞാൻ ആദ്യം ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ് സാഫാണ്. ഞാൻ ഫുൾ അടിച്ചു കൊടുക്കുന്നത് സാഫാ. ഇതൊരു കോട്ടക്കുണം മാവാണ്. ഇത് 4.5 മാസമായിട്ടുള്ളൂ നട്ടിട്ട്. കണ്ടോ, ഒരു തണ്ട് വന്നതിന് ശേഷം രണ്ടാമത്തെ തണ്ട് അതിൻ്റെ മുള വന്നു. അടുത്ത് വീണ്ടും ഇവിടെ നിന്നൊക്കെ അതിൻ്റെ ബഡ് പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ നമ്മുടെ ചെയ്യുന്ന വളപ്രയം ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഒരു 3-4 ശിഖരമായിട്ടിത് തിരിഞ്ഞിങ്ങി വരും. നല്ല മാവാണ് കോട്ടക്കുണം മാവ്. ഇതും ഒരു കോട്ടക്കുണം മാവാണ്. പിന്നെ കുറച്ച് ഒരു ജപ്പാൻ പേര വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജപ്പാന്റെ തൈയാണത്. ജപ്പാൻ പേര വലിയ പേരയ്ക്ക, കവറിട്ട് വിടുന്ന പേരയ്ക്കാണ് ഇത്, ജപ്പാൻ പേര. അടുത്തത് ഇത് കണ്ടോ, കുറച്ച് മധുരക്കിഴങ്ങ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ചീരയുടെ വിത്ത് പാവിയിട്ടുണ്ട്. അത് നന്നായിട്ട് മുളച്ചു. ഏറ്റവും പ്രധാനം ഒരു മുരിങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത് നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കണ്ടോ, പ്രൂൺ ചെയ്തതിന് ശേഷം എന്തോരം ബഡ് പൊട്ടി വരുന്നതെന്ന് നമുക്കത് കാണാൻ മനസ്സിലാക്കും. അപ്പം നമുക്കിത് താഴെ തന്നെ ഈ മുരിങ്ങയെ ഫുള്ള് നിർത്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കേട്ടോ, ഇലയൊക്കെ നമുക്ക് മൂട്ടി നിന്ന് തന്നെ പറിക്കാം. ഇത് വളരെ അടുത്തൊരു വീഡിയോ ഞാൻ ഇതിലേക്ക് വേണ്ടി
പിന്നെ ഒരു വലിയ മാവ് നിന്നതാണ്. ഞാൻ ആ കൊണ്ടയെ മുറിച്ച് വിട്ടുകൊടുത്തതിന് ശേഷം അത് എന്തായിരുന്നാലും അടുത്ത വർഷം അത് ആ മാവ് 100% നമുക്കത് വിളവ് തരും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യം. ഇതിനിടയിൽ കുറച്ച് ഗോവൽ നട്ടിട്ടുണ്ട്, പന്തലിട്ട്. എല്ലാ ദിവസവും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഒരു കൂട്ടാനുള്ള സാധനം കിട്ടും. കണ്ടോ, നിറച്ച് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് തണ്ട് ഞാൻ പടത്തി അങ്ങ് മേളിൽ വിട്ടിട്ടുണ്ട്. ഇപ്പം നിറച്ചുണ്ട് ശരിക്കും പറഞ്ഞ. അപ്പം തന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. ഈ മരത്തിൽ കൂടെ നട്ട് ഞാൻ പടത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല ആരോഗ്യമുള്ളതുണ്ട്. അതിനെല്ലാം ചാണകമാണ് ഇട്ട് വിടുന്നത്. പിന്നെ ഒരു റംബൂട്ടാൻ്റെ തൈ ഇവിടെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറേ സാധനം ഞാനിവിടെ നട്ടിട്ടുണ്ട്. പേര മുതൽ ആപ്പിള് വരെ ഞാൻ നട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ കിട്ടുന്ന സാഹചര്യം നമുക്കത് നടാൻ കഴിഞ്ഞാൽ അതിലുപയോഗിക്കാനായിട്ട് ആടുണ്ട്, അതിൻ്റെ വളമുണ്ട്. ഒരു സപ്പോട്ട നട്ടിട്ടുണ്ട്. ഇതും 4.5 മാസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ നട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് അതിൻ്റെ കൊമ്പ് ശിഖരമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ലോങ്ങിൻ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. അത് നല്ല മധുരമുള്ള ഒരു പഴമാണ്. അത് ഇവിടെ നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആപ്പിളിൻ്റെ തൈ നട്ടിട്ടുണ്ട്. ഉണ്ടോ, ഒരു ആപ്പിളിൻ്റെ തൈ. അപ്പം ഏത് കാലാവസ്ഥയിലും കായ്ക്കുമെന്നുള്ള പറഞ്ഞിട്ടാണ് ഞങ്ങളിത് നട്ടിരിക്കുന്നത്. കായ്ക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളിതെല്ലാം ചെയ്തേക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.